ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സേനയ്ക്കു നേരെ വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം. പ്രത്യേക ദൌത്യ സംഘത്തിന്റെ തെരച്ചിലിനിടെ കുഴിബോംബ് പൊട്ടിച്ചായിരുന്നു ആക്രമണം. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസിയായ ഡ്രൈവർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഗൗതം ചേരുന്നു. ഗൗതം, പരിക്ക് ഗുരുതരമാണോ? എപ്പോഴായിരുന്നു സംഭവം? അഖില, ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരുടെ ഈ രക്ഷപ്പെടൽ, ഈ ആക്രമണത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ തള്ളനാരിഴയ്ക്കായിരുന്നു. 2 ജവാന്മാർക്ക് ഏറ്റ പരിക്ക് ഗുരുതരമാണ്. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഈ വാഹനം ഓടിച്ചിരുന്ന പ്രദേശവാസി കൂടിയായിട്ടൊരു ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് നിസ്സാരമായ പരിക്കാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഏകദേശം 5:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദത് പോലീസ് സ്റ്റേഷന് സമീപം 36 കിലോമീറ്റർ അപ്പുറം ബീജാപൂർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദൌത്യ സംഘത്തെ രൂപീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 22ഓളം മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കുഴിബോംബ് ആക്രമണം നടത്തിയത്. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇതിനിടെ കുഴിബോംബ് പൊട്ടിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് 2 സൈനികരും രക്ഷപ്പെട്ടത്. വലിയ തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നതെന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. എന്തായാലും മേഖലയിൽ പരിശോധന ശക്തമാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഈ പരിശോധനയ്ക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ മേഖലയിൽ വലിയ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഖില, ഗൗതമാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.